യെസ്, ലൈവ് റിപ്പോർട്ട്സ് ആദ്യം വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഹൈന്ദവ സംഘടനകളുടെയും അയ്യപ്പ ഭക്തരുടെയും പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടയിൽ വിവാദമായ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമവുമായി മുന്നോട്ടു പോകുകയാണ് സംസ്ഥാന സർക്കാർ. ഇന്ന് രാവിലെ മന്ത്രി വി.എൻ. വാസവന്റെ നേതൃത്വത്തിൽ സ്വാഗത സംഘ രൂപീകരണം നടക്കും. അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ ഹൈന്ദവ സംഘടനകൾ ശക്തമായ വിമർശനം ഉയർത്തുന്നതിനിടയിലാണ് സ്വാഗത സംഘം രൂപീകരിക്കുന്നത്. പമ്പയിൽ നിന്ന് വിവരങ്ങളുമായി മിഥുൻ ചേരുകയാണ്. മിഥുൻ, നമുക്കറിയാം ഈ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകൾ അതിശക്തമായ പ്രതിഷേധം ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ആരാണോ ശബരിമല എന്ന ആ മഹാക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചത്, അതേ കൂട്ടരാണ് ഇപ്പോൾ സ്വാമി അയ്യപ്പന്റെ പേരിൽ അയ്യപ്പ ഭക്ത സംഗമം എന്ന നിലയിൽ ഇത്തരമൊരു സമ്മേളനം പമ്പയിൽ സംഘടിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് മിഥുൻ? സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഇടത് സർക്കാർ ഭക്തജനങ്ങൾക്ക് മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ മുറിവ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ ഈ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നത്. 2018 യുവതി പ്രവേശന സമയത്ത് ആചാര അനുഷ്ഠാനങ്ങൾ തകിടം മറിക്കുന്നതിന് വേണ്ടി സർക്കാർ മുന്നിട്ടിറങ്ങിയ ഇപ്പോഴും സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്ന ആ സത്യവാങ്മൂലം, യുവതി പ്രവേശനത്തിന് അനുകൂലമായിട്ട് സർക്കാർ നൽകിയിരിക്കുന്ന ആ നിലപാടുകൾ, ഇത്തരത്തിൽ പൊള്ളുന്ന മുറിപ്പെടുത്തലുകൾ ഭക്തജനങ്ങളുടെ വിശ്വാസത്തിന് മേൽ, വികാരങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ അതേ ഇടതു സർക്കാർ തന്നെ പുതിയ പൊള്ളത്തരവുമായി ഇറങ്ങിയിരിക്കുന്നു, പുതിയ ഗിമ്മിക്കുമായി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള BJP മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ അടക്കം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങൾ. ഹൈന്ദവ സംഘടനകൾ ഈ ഒരു അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനം ഇത് സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ നടത്തുന്ന ഒരു ഗിമ്മിക്കാണ് എന്നുള്ളതാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ വർഷവും സന്നിധാനത്തേക്ക് എത്തുന്നത്. ശ്രീലങ്കയടക്കം പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ പരിഗണിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തി ആഗോളതലത്തിൽ ശബരിമലയെ ആകർഷണ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ഒരു കച്ചവട താല്പര്യത്തോടുകൂടി ശബരിമലയെ മുൻനിർത്തിക്കൊണ്ട് ഈ വിദേശ നാണയം ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാമ്പത്തിക നേട്ടം മുൻപിൽ വെച്ചുകൊണ്ടുള്ള ഒരു ശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വരുന്നത്. പരമാവധി വിദേശ നാണയം വിദേശ മലയാളികളിൽ നിന്നും സ്വരുക്കൂട്ടുക, അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ചുകൊണ്ട് മിഥുൻ ദയവായി തുടരുക. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു നമുക്കൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി ചേരുകയാണ്. ശ്രീ RV ബാബു, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പമ്പയിൽ അയ്യപ്പ ഭക്ത സംഗമത്തിന് മുന്നോടിയായി സ്വാഗത സംഘ രൂപീകരണം കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഈ സ്വാഗത സംഘ രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ സംഘടനകളുടെയും പ്രതിനിധികൾ ഇല്ല എന്നുള്ളതാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ ഇന്നലെ രാത്രി ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇത് അയ്യപ്പ ഭക്ത സംഗമമല്ല, ഇത് മാർക്സിസ്റ്റ് സംഗമമാണ്. മാർക്സിസ്റ്റ് അയ്യപ്പ സംഗമമാണ്. അയ്യപ്പ ഭക്തരെ അല്ല, മാർക്സിസ്റ്റ് അയ്യപ്പരെ വിളിച്ചു കൂട്ടുന്ന ഒരു പരിപാടിയാണ്. അവരത് അഖില ലോക അയ്യപ്പ സംഗമം എന്നേ പറഞ്ഞിട്ടുള്ളൂ, അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവരുടെ ക്യാപ്ഷനിൽ തന്നെ അങ്ങനെയാണ്, അഖില ലോക അയ്യപ്പ സംഗമം. അപ്പൊ അയ്യപ്പന്മാര് എന്ന് പറഞ്ഞാൽ അവര് മാർക്സിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടുന്ന പരിപാടിയാണ്. അപ്പോ ഒരു പാർട്ടി പരിപാടിയായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. അത് ശബരിമലയുടെ ഭരണം പിടിച്ചെടുക്കാനും ശബരിമലയുടെ പൂർണ്ണമായ നിയന്ത്രണം പാർട്ടിക്ക് കൈവരുത്താനും വേണ്ടി നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ പരിപാടിയാണ്. അതിനപ്പുറത്തേക്ക് ഈ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാനോ അതിന്റെ വികസന പ്രക്രിയകളുടെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും യാതൊരു തരത്തിലുള്ള ശ്രമവും ഉണ്ടാവില്ല. ഈ പരിപാടിയുടെ മറവിൽ കോടിക്കണക്കിന് രൂപ അയ്യപ്പന്മാരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു പ്രസക്തിയുമില്ല. എല്ലാ ഹൈന്ദവ സംഘടനകളെയും ഭക്തജന സംഘടനകളെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നടത്തുന്ന ഈ പരിപാടിക്ക് ഭക്തജനങ്ങളുടെ പിന്തുണ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സഖാക്കന്മാരായിട്ടുള്ള കുറെ ആളുകൾക്ക് ഒരുമിച്ച് കൂടാനും പൈസ അടിച്ചു മാറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് മാത്രമാണ് ഇത് നടത്തുന്നത്. ശ്രീ RV ബാബു, ഈ ബിന്ദു അമ്മിണിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന്. അല്ല, ബിന്ദു അമ്മിണിയിൽ മാത്രം ഒതുക്കുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറയുക. മാർക്സിസ്റ്റുകാരുടെ സംഗമം എന്ന് പറയുമ്പോൾ ബിന്ദു അമ്മിണിയിൽ മാത്രം ഒതുക്കേണ്ടതല്ല. അതിനകത്ത് രഹാന ഫാത്തിമയെ കൊണ്ടുവരണം, അത് വരുമായിരിക്കാം. അല്ലെങ്കിൽ കനകദുർഗയെ കൊണ്ടുവരണം. പറ്റുമെങ്കിൽ ബോംബെയിൽ നിന്ന് തൃപ്തി ദേശായിയെ പങ്കെടുപ്പിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ നടത്തുന്ന ശബരിമലയ്ക്ക് കാലവും തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മാർക്സിസ്റ്റ് പരിപാടി, ഒരു പാർട്ടി പരിപാടി. ആ പാർട്ടി പരിപാടിക്ക് അപ്പുറം ഇതിനകത്ത് യാതൊരു പ്രസക്തിയുമില്ല. ഇത് ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന
ഒരു രാഷ്ട്രീയ ഗിമിക്കാണ്. അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഓക്കെ, വളരെ നന്ദി ശ്രീ ആർ വി ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മിഥുൻ മുരളി പമ്പയിൽ നിന്ന് തുടരുകയാണ്. മിഥുൻ, ഇവിടെ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പൈസ തട്ടാൻ വേണ്ടിയുള്ള ഒരു സംഗമം എന്നതിലപ്പുറത്തേക്ക്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു സമ്മേളനം ഈ പമ്പാമണപ്പുറത്ത്, വിശുദ്ധമായ പമ്പാമണപ്പുറത്ത് നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിന് ഒരടിസ്ഥാനവുമില്ല എന്ന വിമർശനം ഇതിനകം തന്നെ ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം എനിക്ക് മറ്റൊരു കാര്യം കൂടി അറിയേണ്ടത് മിഥുൻ, ഈ സംഗമത്തിന്റെ സ്വാഗത സംഘ രൂപീകരണത്തിൽ ആരൊക്കെയാണ് ഈ പങ്കെടുക്കുന്നത്? കാരണം പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളുടെ ഒന്നും പ്രതിനിധികളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല, അവർക്ക് ക്ഷണമില്ല. പിന്നെ ആരെ വെച്ചാണ് ഈ സ്വാഗത സംഘം രൂപീകരിക്കാൻ പോകുന്നത് മിഥുൻ? തീർച്ചയായും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഹൈന്ദവ സംഘടനകളുമായി യാതൊരു കൂടിയാലോചനകളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഈ പരിപാടിക്ക് മാത്രമല്ല, ഈ കഴിഞ്ഞ കുറെ നാളുകളായി ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊന്നും ഹൈന്ദവ സംഘടനകളെ വിളിച്ചു ചേർക്കുകയോ അവരുമായി കൂടിയാലോചനകളോ നടത്താനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം കഴിഞ്ഞ നാളുകളിൽ ഈ ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്നത്. ഇന്ന് ഇപ്പോൾ രാവിലെ 10 മണിയോടുകൂടി ഈ സ്വാഗത സംഗമ രൂപീകരണം ആരംഭിക്കുകയാണ്. പ്രധാനപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം ഇവിടെ എത്തിയിട്ടുമുണ്ട്. ദേവസ്വം മന്ത്രി വി എൻ വാസവൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത്, അംഗങ്ങളായ അഡ്വക്കേറ്റ് എ അജികുമാർ, അഡ്വക്കേറ്റ് പി ഡി സന്തോഷ് കുമാർ, ജില്ലാ കളക്ടർ പ്രേം കൃഷ്ണൻ, ഇതുവരെ കൂടാതെ മറ്റ് MLA മാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇവിടെ എത്തിയിരിക്കുന്നത് വി എൻ വാസവൻ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും, ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ഭാരവാഹികളും ജില്ലാ കളക്ടറും മറ്റ് വിഭാഗങ്ങളിലെ ജലസേചന വകുപ്പ്, വൈദ്യുതി വകുപ്പ് തുടങ്ങിയ വിഭാഗങ്ങളിലെ വിവിധ ജീവനക്കാരും ഉദ്യോഗസ്ഥരും മാത്രമാണ് ഈ പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ഒരു ഹൈന്ദവ സംഘടനകളിലെയും പ്രതിനിധികൾ ഇവിടെ ഇല്ല. അത് ഇപ്പോൾ മാത്രമല്ല, നേരത്തെയും ഹൈന്ദവ സംഘടനകൾ പലവട്ടം അറിയിച്ചിട്ടുള്ളതാണ്, നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കൂടിയാലോചനകൾ നടത്തുമ്പോഴൊന്നും, ഈ കഴിഞ്ഞ കാലങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊന്നും ഹൈന്ദവ സംഘടനകളുമായി കൂടിയാലോചനകൾ നടത്തുന്നില്ല എന്നുള്ളത്. അത് മാത്രവുമല്ല, ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ അയ്യപ്പ സംഘടനകൾ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളുമായി മുഴുവൻ സമയവും അവിടെ അണിനിരുന്ന കാഴ്ച കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ കാലങ്ങളിൽ ഈ ഇടതു സർക്കാർ അധികാരത്തിലെത്തി 10 വർഷത്തിനുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള അയ്യപ്പ സംഘടനകളെ ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അന്നദാനം, കുടിവെള്ള വിതരണം തുടങ്ങിയ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി സജീവമായി മുഴുവൻ സമയവും ഉറക്കമുളച്ചിരുന്ന ഭക്തജനങ്ങൾക്ക് കൂട്ടിരുന്ന അയ്യപ്പ സംഘടനകളെ അവിടെ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ഈ സർക്കാർ നടത്തുന്നു എന്നുള്ളതും വലിയ വിമർശനമായി കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നതാണ്. അപ്പോൾ ശബരിമലയുടെ നിയന്ത്രണം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുക, അത് ദേവസ്വം ബോർഡിനെ മുക്കുകുത്തിയാക്കിക്കൊണ്ട് സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുന്നതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഇത്തരം ഒരു ഗിമ്മിക്ക് നടത്തുന്നതിന് പിന്നിലുള്ള ലക്ഷ്യമെന്നും വിമർശനമായി ഉയർന്നു വരുന്നുണ്ട്. ഹൈന്ദവ സംഘടനകൾ ആവർത്തിച്ച് പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, നേരത്തെ സംസ്ഥാനത്ത് ഉടനീളം ഹൈന്ദവ സംഘടനകളുടെയും ഒപ്പം അയ്യപ്പ സംഘടനകളുടെയും നേതൃത്വത്തിൽ അയ്യപ്പ ഭക്ത സംഗമങ്ങൾ വിവിധ ഇടങ്ങളിൽ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായാലും നടത്തിയിട്ടുണ്ട്. അന്നൊന്നും തന്നെ മിഥുൻ ദയവായി തുടരുക. ഇപ്പോൾ VHP നേതാവ് വിജയ് തമ്പി ചേരുകയാണ്. വിജയ് തമ്പി, ഞങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പമ്പയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അയ്യപ്പ സംഗമത്തിന്റെ സ്വാഗത സംഘ രൂപീകരണത്തിന്റെ ദൃശ്യങ്ങളാണ്. വി എൻ വാസവനെയൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ വളരെ രസകരമെന്ന് പറയട്ടെ, ഇതിൽ അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, ശബരിമലയുമായിട്ടോ അല്ലെങ്കിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകളെയോ അതിന്റെ പ്രതിനിധികളെയോ ഒന്നും തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. വിജയ് തമ്പി, സ്വാമി ശരണം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് വെറുമൊരു പ്രഹസനമാണ്. ഈ മന്ത്രി വാസവൻ എന്തുദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം വിളിച്ചു കൂടുന്നത്? അദ്ദേഹത്തിന് ഇതിലുള്ള എന്ത് അധികാരമുണ്ട്, എന്ത് അവകാശമുണ്ട്? ഈ ദേവസ്വം ബോർഡ് മന്ത്രി തന്നെ വെറുമൊരു ആലങ്കാരിക പദവിയാണ്. അവിടെ ഇരുന്നുകൊണ്ട് മാത്രമല്ല, ശബരിമലയുടെ പ്രവേശന കവാടമാണ് പമ്പ. ആ പമ്പ നദി എന്ന് പറയുന്നതും പമ്പയുടെ തീരം എന്ന് പറയുന്നതും പുണ്യപവിത്രമായ പമ്പ എന്നാ പറയുന്നത്. ആ പമ്പ നദിയുടെ തീരത്ത് എത്തണമെങ്കിൽ തന്നെ അതിന് വ്രതാനുഷ്ഠാനങ്ങൾ വേണം. ഈ വാസവൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വ്രതാനുഷ്ഠാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണോ അവിടെ എത്തിയിരിക്കുന്നത്? മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആരാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ടത്? യഥാർത്ഥ ഭക്തരല്ലേ പങ്കെടുക്കേണ്ടത്? അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുമായി ആലോചിച്ചിട്ട് വേണ്ടേ ഇങ്ങനൊരു സംഭവം നടത്താൻ? അപ്പൊ ഇത് ഒരു വളരെയധികം ദുഷ്ടലാക്കോട് ചെയ്യുന്ന ഒരു തരികിട പരിപാടിയാണ്. ഇത് പാവപ്പെട്ട കേരളത്തിന് പുറത്തുള്ള പണച്ചാക്കുകളായ വ്യക്തികളെ അവരെ ഇവിടെ എഴുന്നള്ളിച്ചിട്ട്
അവരിൽ നിന്ന് പണം അടിച്ചു മാറ്റി ശബരിമലയുടെ പേരും പറഞ്ഞ് വീണ്ടും പൈസ തട്ടിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പം ശബരിമലയിൽ നടത്തുന്ന തട്ടിപ്പൊന്നും പോരാത്തതുകൊണ്ടാണ് പുതിയ തട്ടിപ്പ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ എന്ത് അടിസ്ഥാന സൗകര്യമാണ് അയ്യപ്പന്മാർക്ക് വേണ്ടി ഒരുക്കുന്നത്? ഒന്നും ചെയ്തില്ല. കോടിക്കണക്കിന് രൂപയ്ക്ക് അവിടുത്തെ അവിടുത്തെ സ്റ്റാളുകളും എല്ലാം ആൾക്കാർക്ക് വീതിച്ചു കൊടുത്തിട്ട് ആ പൈസ അടിച്ചു മാറ്റി അതിന്റെ പേരിൽ നടത്തുന്നതല്ലാതെ ഇവന്മാർ എന്ത് പുല്ലാണ് ഇവന്മാര് ഈ ഇവിടുത്തെ ദേവസ്വം ബോർഡും ഇവിടുത്തെ ഈ മന്ത്രിസഭയും ചെയ്യുന്നത്? എന്നിട്ടിപ്പോ പൈസ അടിച്ചു മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കം. ഞാൻ ചോദിക്കട്ടെ, ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന ഏത് വ്യക്തികളെയും ഹൈന്ദവ സംഘടനകളും അയ്യപ്പ ഭക്തന്മാരും ഉപരോധിക്കണം. അവരെ അയ്യപ്പ ഭക്തരല്ലെന്നും അവരെ നമ്മൾ നിഷ്കാസനം ചെയ്യണം. അവരൊരിക്കലും അവരെ അംഗീകരിക്കരുത്, ആര് പങ്കെടുത്താലും. ഇപ്പം ഇവിടെ ഞാൻ നോക്കുമ്പോൾ രാഷ്ട്രീയക്കാരാണ് അവിടെ നിരന്ന് നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ TV കണ്ടായിരുന്നു, രാഷ്ട്രീയക്കാർ നിരന്ന് നിന്നൊരു ഇതൊരു CPM സമ്മേളനമാണ്, ഇതൊരു അയ്യപ്പ സംഗമമല്ല. തത്വമസി എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബാക്കില്. പക്ഷെ കാണിക്കുന്ന മൊത്തം വൃത്തികേടുകളാണ്. ഈ വാസവനെ പോലെ ഒരാൾ അയാൾക്ക് വേണമെങ്കിൽ കള്ള് ഷാപ്പുകാരുടെ ഒരു മീറ്റിംഗ് വേണമെങ്കിൽ വിളിക്കാം, അതിനുള്ള യോഗ്യതയും അവകാശവും അദ്ദേഹത്തിനുണ്ട്. അയ്യപ്പ സംഗമം വിളിക്കാനുള്ള യാതൊരു യോഗ്യതയും യാതൊരു അവകാശവും അദ്ദേഹത്തിനില്ല. കാരണം കഴിഞ്ഞ നമ്മുടെ ശബരിമലയിലെ ഏറ്റവും പുണ്യ പരിപാവനമായ മകരവിളക്കിന്റെ അന്ന് അദ്ദേഹം ആ പരിപാവനമായ ശ്രീകോവിലിന് മുമ്പ് നിന്ന് നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ ഓരോ അയ്യപ്പ ഭക്തനും കണ്ടതാണ്. കൈയും കെട്ടി നിന്ന് ഗുസ്തി മത്സരം കാണാൻ പോകുന്ന പോലെയോ ഫുട്ബോൾ കാണാൻ പോലെ നിന്നത്. ഇങ്ങനെ ആൾക്ക് എന്ത് അവകാശമാണ് ഇങ്ങനെ ഒരു സംഗമം വിളിക്കാൻ? പക്ഷെ ഇതില് പ്രധാനമായിട്ട് ഈ വിളക്ക് കത്തിക്കേണ്ടിയിരുന്നത് 3 വ്യക്തികളായിരുന്നു. ആ 3 വ്യക്തികളെ വിളക്ക് കത്തിക്കാൻ ഞാൻ കണ്ടില്ല. ഒന്ന് ബിന്ദു അമ്മിണിയും, ഒന്ന് രഹന ഫാത്തിമയും, ഒന്ന് ആ പാവപ്പെട്ട ചന്ദ്രൻപിള്ള എന്ന് പറയുന്ന അയ്യപ്പ ഭക്തനെ പന്തളത്ത് വെച്ച് എറിഞ്ഞു വന്ന CPM കാരനും. തമ്പി, ഈ ബിന്ദു അമ്മണി പറയുന്നത് അയ്യപ്പ ഭക്ത സംഗമത്തിൽ എത്തുമെന്നാണ്, സമ്മേളനത്തിന് എത്തുമെന്ന് ബിന്ദു അമ്മണി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട്. അതെ, അവരെ കൊണ്ട് വേണമായിരുന്നു ഉദ്ഘാടനം ചെയ്യിക്കാൻ. അവരാണ് ഉദ്ഘാടനം ചെയ്യാൻ അർഹതയുള്ളവർ. ഈ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ബിന്ദു അമ്മണി തന്നെ വേണം. അതുപോലെ അധ്യക്ഷ പദവി അതിൽ അലങ്കരിക്കാൻ രഹന ഫാത്തിമ തന്നെ വേണം. അല്ലാതെ അയ്യപ്പ സംഗമം പൂർത്തിയാവില്ല. ഇത് പൂർണ്ണമാവണമെങ്കിൽ അവർ തന്നെ വേണം. അല്ലാതെ ഇത് പറഞ്ഞ ഈ തരികിട പരിപാടിക്ക് ഏതെങ്കിലും ഒരു യഥാർത്ഥ അയ്യപ്പ ഭക്തനോടെ പോവോ? ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടനയുടെ ആൾക്കാരോടെ പോവോ? ഇപ്പൊ ഏതോ ഒരു മറ്റേ അയ്യപ്പ സംഘത്തിന്റെ അവര് തന്നെ പൊട്ടിപ്പിരിച്ച് പല പീസാക്കി മാറ്റിയ അയ്യപ്പ സംഘത്തിന്റെ ഏതോ ഒരു കക്ഷികളെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അയ്യപ്പ സംഘത്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് യാതൊരു കാര്യമില്ല. അയ്യപ്പ സംഘം എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അതൊക്കെ പോയി. അയ്യപ്പ സേവാ സംഘമൊക്കെ ഇവന്മാരെ നശിപ്പിച്ച് കൈ കൊടുത്തു. അവരാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. അവനെ പല പീസാക്കി മാറ്റി. അതിന്റെ ഒരു പീസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതേ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരുടെ ഒരു സമ്മർദ്ദം കൊണ്ട് വന്നതായിരിക്കാം. NSSന്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ് അദ്ദേഹം, ശ്രീ സംഗീത് കുമാർ. അദ്ദേഹത്തെ മാത്രമാണ് ഞാൻ അവിടെ കണ്ടത്. അദ്ദേഹം അയ്യപ്പ സേവാ സംഘത്തിന്റെ ഏതോ ഒരു ഘടകത്തിന്റെ പ്രസിഡന്റാണ്. അപ്പൊ അദ്ദേഹത്തോടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ സമ്മർദ്ദം ചെലുത്തിയായിരിക്കും അവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അല്ലാതെ ഒരു അയ്യപ്പ ഭക്തനും ഒരു മറ്റ് സംഘടനകളുടെയും ഒരാളും അവിടെ കണ്ടില്ല. ഒരു മുൻ മേശാന്യമാരോ അല്ലെങ്കിൽ തന്ത്രി കുടുംബത്തിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പന്തളം കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ ആരും അവിടെ കണ്ടില്ല. പിന്നെ എന്ത് അയ്യപ്പ സംഗമമാണ് നടത്തുന്നത്? ഇത് പക്കാ CPM സംഘമാണ്. ഇത് പമ്പാ നദീതീരത്ത് ഇത്തരം സംഗമം നടത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വാഭിമാനായ ഹിന്ദുക്കളും അയ്യപ്പ ഭക്തരും അതിനെ ചെറുക്കണം, അവിടെ പോയി അതിനെ ഉപരോധിക്കണം. അതാണ് ചെയ്യേണ്ടത്. വളരെ നന്ദി ശ്രീ വിജയ് തമ്പി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ പമ്പയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഞങ്ങളുടെ ഈ സ്ക്രീനിൽ 2 ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിൽ ഒരു ഭാഗത്ത് ഇപ്പോൾ പമ്പ മണപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ്വാഗത സംഘ രൂപീകരണമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ നേതൃത്വത്തിൽ അവിടെ സ്വാഗത സംഘ രൂപീകരണം നടത്തുമ്പോൾ നമ്മളുടെ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് അത് ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ സ്വാമി അയ്യപ്പന്റെ പേരിൽ ഈ സംഗമം നടത്തുന്ന ഇതേ പിണറായിയുടെ ഭരണകൂടം 2018 മണ്ഡലകാലം എങ്ങനെയാണ് അലങ്കോലമാക്കിയത്? അവിടേക്ക് ഇരുമുടിക്കെട്ടുമായി എത്തിയ അയ്യപ്പ ഭക്തന്മാരെ ലാത്തി കൊണ്ട് തല്ലിച്ചതച്ചത് എങ്ങനെയാണ്? ആചാരലംഘനത്തിനായി വന്ന ബിന്ദു അമ്മിണിയെ പോലെയുള്ള രഹന ഫാത്തിമയെ പോലെയുള്ള ആളുകളെ ആ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തിക്കുവാൻ കേരളത്തിന്റെ പോലീസ് സംവിധാനം ശ്രമിച്ചു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അന്ന് ആചാരലംഘനം നടത്തുവാൻ ശ്രമിച്ച ഇടത് സർക്കാരിനെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്നതിന്റെ ദൃശ്യങ്ങളാണ് ഒരു ഭാഗത്ത് കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ 2018 മണ്ഡലകാലം എങ്ങനെ പിണറായി സർക്കാർ അലങ്കോലമാക്കിയെന്ന് ഒരിക്കൽ കൂടി ജനം TV ഓർമ്മപ്പെടുത്തുകയാണ്. മിഥുൻ മുരളി പമ്പയിൽ നിന്ന് തുടരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ എന്തൊക്കെയാണ് ഈ സ്വാഗത സംഘ രൂപീകരണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്?
ഗവൺമെന്റ് സ്വാഗത സംഘടന രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള യോഗം ആരംഭിച്ചിരിക്കുകയാണ്. നേതൃത്വത്തിലുള്ള യോഗത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് സംസാരിക്കുന്നു. മറ്റ് ദേവസ്വം ഭാരവാഹികൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹൈന്ദവ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊന്നും തന്നെ, പ്രധാനപ്പെട്ട സംഘടനാ നേതാക്കളൊന്നും തന്നെ ഇതിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അടുത്തേക്ക് പമ്പയിൽ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ അടുത്ത മാസം നടക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി ഇപ്പോൾ സ്വാഗത സംഘ രൂപീകരണം നടക്കുകയാണ്. VN വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെയും ദേവസ്വം ബോർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, പത്തനംതിട്ട ജില്ലാ കളക്ടർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ സ്വാഗത സംഘ രൂപീകരണം പമ്പയിൽ നടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. മറുഭാഗത്ത് ഞങ്ങൾ കാണിക്കുന്നത് 2018 മണ്ഡലകാല സമയത്ത് ശബരിമലയിലേക്ക് എത്തിയ അയ്യപ്പ ഭക്തന്മാരെ ഇതേ സർക്കാർ സംവിധാനങ്ങൾ ലാത്തി ഉപയോഗിച്ചും മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചും അയ്യപ്പ ഭക്തന്മാരെ മർദ്ദിക്കുന്നതിൻ്റെ, പ്രത്യേകിച്ച് നിലയ്ക്കൽ ഉൾപ്പെടെയുള്ള സ്വാമി അയ്യപ്പന്റെ പൂങ്കാവനം എന്ന് ഹൈന്ദവർ വിശ്വസിക്കുന്ന ആ പൂങ്കാവനത്തിലിട്ട് അയ്യപ്പസ്വാമിയുടെ ഭക്തന്മാരെ പോലീസ് തല്ലിച്ചതച്ചതിൻ്റെ, രഹന ഫാത്തിമയെ പോലെ, ബിന്ദു അമ്മിണിയെ പോലെ, കനകദുർഗയെ പോലെയുള്ള നിരീശ്വരവാദികളെ എങ്ങനെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ആചാരലംഘനത്തിനായുള്ള ശ്രമങ്ങൾ നടത്തി എന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഒരു ഭാഗത്ത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഞങ്ങളൊരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ നൽകുകയാണ്. ഹൈന്ദവ സംഘടനകളുടെ വലിയ പ്രതിഷേധം ഈ അയ്യപ്പ സമ്മേളനത്തിനെതിരെ, ആഗോള അയ്യപ്പ സമ്മേളനത്തിനെതിരെ ഉയരുകയാണ്. കാരണം ഈ പമ്പയിൽ ഇന്നിപ്പോൾ നടക്കുന്ന ഈ സ്വാഗത സംഘ രൂപീകരണത്തിൽ ഏറ്റവും ശ്രദ്ധേയം എന്നത് ഒരു ഹൈന്ദവ സംഘടനകളുടെയും പ്രതിനിധിയെ അതിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നതാണ്. ഇപ്പോൾ നാരായൺ വർമ്മ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നാരായൺ വർമ്മ, ഇപ്പോൾ ഞങ്ങൾ ഈ കാണിക്കുന്ന 2 ദൃശ്യങ്ങളാണ്. അതിലൊന്ന് ഈ അയ്യപ്പ ഭക്ത സമ്മേളനത്തിനായുള്ള സ്വാഗത സംഘ രൂപീകരണത്തിൻ്റെതാണ്. അതിൽ നമുക്കറിയാം ഒരു ഹൈന്ദവ സംഘടനകളുടെയും പ്രതിനിധിയെ അതിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അതിൻ്റെ ഇപ്പുറത്ത് സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് ഞങ്ങൾ കാണിക്കുന്നത് 2018 മണ്ഡലകാലം വൃശ്ചിക മാസത്തിൽ അവിടേക്ക് മാലയിട്ട് മല ചവിട്ടിയെത്തിയ അയ്യപ്പ ഭക്തരെ ഇതേ പിണറായി സർക്കാർ, പോലീസ് അവർ ലാത്തി ഉപയോഗിച്ച് നേരിട്ടതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഞങ്ങൾ നൽകുന്നുണ്ട്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ശ്രീ നാരായൺ വർമ്മ? തീർച്ചയായിട്ടും ഞാൻ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെയധികം ദുഃഖം തോന്നുന്ന വാർത്തയാണ് ഈ 2018 സംഭവങ്ങൾ. നമ്മുടെ മനസ്സിലെല്ലാം മുറിവേൽപ്പിച്ചു. ഭക്തജനങ്ങളുടെ എല്ലാം മനസ്സിൽ തീവാരി ഇട്ട സംഭവങ്ങളാണ് ആ കഴിഞ്ഞുപോയ സംഭവങ്ങളെ കുറിച്ച് ഇപ്പോൾ ജനം കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ പമ്പയിൽ നടക്കുന്ന സ്വാഗത സംഘം രൂപീകരണം എന്തിൻ്റെതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഒരു അയ്യപ്പന്മാരോ ഒരു അയ്യപ്പ ഭക്ത സംഘടനകളോ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. കുറച്ച് ഗവൺമെന്റ് മിഷനറി അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും മന്ത്രിയും ചേർന്ന് ഒരു സമ്മേളനമാണ് അവിടെ നടക്കുന്നത്. അത് ഒരിക്കലും നമുക്ക് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതിൽ നമുക്ക് യോജിക്കുവാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ അയ്യപ്പ സ്വാമിക്കുള്ള പ്രധാനം അയ്യപ്പ ഭക്തരുടെ ആ കൂട്ടായ്മയാണ്. അതില്ലാതെ ഒരു ഗവൺമെന്റിന്റെ ഏകപക്ഷീയമായ നടപടിക്ക് പിന്താങ്ങുന്ന ദേവസ്വം ബോർഡിന്റെ ആ ഒരു നടപടി തീർത്തും ഉചിതമല്ല. സർക്കാർ വീണ്ടും വിചാരത്തോടുകൂടി പെരുമാറണം. ഭക്തജനങ്ങളെ ഒരുമിപ്പിച്ച് എല്ലാ സംഘടനകളും എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും അയ്യപ്പ വിശ്വാസികളും ഒത്തുചേർന്ന് വേണം ഇങ്ങനെ ഒരു സെമിനാർ ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതിന് ആലോചിക്കേണ്ടത്. തീർച്ചും ഏകപക്ഷീയമായ ഈ നടപടി ഒട്ടും ശരിയായ കാര്യമല്ല. അത് അയ്യപ്പന് പോലും ഇഷ്ടമായിരിക്കില്ല. കാരണം തത്വമസി പൊരുളാണ്, എല്ലാം അയ്യപ്പനാണ്. തീർച്ചയായിട്ടും ആ നടപടി പ്രതിഷേധാർഹമാണ്. തീർച്ചയായിട്ടും ഭക്തജന സംഘടനകൾ ഒരിക്കലും യോജിക്കാൻ പറ്റാത്തതാണ്. സ്വാമി ശരണം. എസ് നാരായൺ വർമ്മ, ഒപ്പം മറ്റൊരു കാര്യം കൂടി, ഹൈന്ദവ സംഘടനകൾ പ്രധാനമായും ഈ സംഗമത്തിനെതിരെ ചൂണ്ടിക്കാണിക്കുന്നത് 2 വിഷയങ്ങളാണ്. ഒന്ന്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ചില രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ നിരീശ്വരവാദികളുടെയോ കമ്മ്യൂണിസ്റ്റുകളുടെയോ ഒരു സമ്മേളനം എന്ന നിലയിൽ നമുക്കിതിനെ കാണാം. അല്ലെങ്കിൽ ആചാരലംഘനത്തിന് നേതൃത്വം നൽകിയ ആളുകളുടെ കൂട്ടായ്മ എന്ന നിലയിൽ അതിനൊരു രാഷ്ട്രീയമായ വശം കൂടിയുണ്ട്. മറ്റൊന്ന്, പ്രധാനമായും ഇതിൽ സാമ്പത്തികമായ തട്ടിപ്പ് കൂടി ദേവസ്വം ബോർഡും സർക്കാരും ലക്ഷ്യമിടുന്നു എന്ന് പറയുന്നു. കാരണം
നിലവിൽ നമുക്കറിയാം ഈ വൃശ്ചിക മാസത്തിൽ ഇരുമുടിക്കെട്ടുമായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് കുടിവെള്ളവും സൗജന്യ ഭക്ഷണവും ഒക്കെ ഒരുക്കുന്നത് കേരളത്തിലെ ഹൈന്ദവ സംഘടനകളാണ്. അയ്യപ്പ സേവാ സമാജമായിക്കോട്ടെ, വിശ്വ ഹിന്ദു പരിഷത്ത് ആയിക്കോട്ടെ, അത്തരം സംഘടനകളാണല്ലോ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഇത്തരം സംഘടനകളെയെല്ലാം ഇത്തരം സേവാ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേക ചില സംവിധാനങ്ങൾ ഈ ശബരിമലയിൽ രൂപീകരിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. അതിനു മുന്നോടിയാണ് ഈ അയ്യപ്പ ഭക്ത സംഘം എന്ന നിലയിൽ ഇത്തരം ഒരു സമ്മേളനം നടത്തുന്നത് എന്ന വിമർശനം കൂടി ഉയരുന്നുണ്ട്. ശ്രീനാരായൺ വർമ്മ, തീർച്ചയായിട്ടും അത് ആ വിമർശനം 100% ശരിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം 41 ദിവസം വ്രതമെടുത്ത് അയ്യപ്പനെ സേവിക്കുക, ഇരുമുടിക്കെട്ടുമായി വ്രതവുമായി വരുന്ന അയ്യപ്പ ഭക്തരെ സാക്ഷാൽ അയ്യപ്പ സ്വാമിയായിട്ട് കണക്കാക്കി അവിടെ സേവനം ചെയ്യുന്ന അയ്യപ്പ ഭക്തർ ധാരാളമുണ്ട്. അന്യ സംസ്ഥാനത്തു നിന്നും കേരളത്തിൽ നിന്നും ധാരാളം അയ്യപ്പ ഭക്തന്മാർ ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് സന്നിധാനത്ത് എല്ലാം ത്യജിച്ച് സേവ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ സംഘടനകള് അവരുടെ ആ സംഘടനകളുടെ തീരുമാനപ്രകാരമാണ് അവിടെ സേവനം നടത്താൻ പോകുന്നത് തന്നെ. അങ്ങനെയുള്ള ഹൈന്ദവ സംഘടനകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് അയ്യപ്പ സംഘമാണ് പമ്പയിൽ നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ ധനസമ്പാദന മാർഗത്തിനുള്ള ഒരു മുന്നോടിയായിട്ട് തന്നെ കൂടുന്ന ഒരു യോഗം എന്നേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിനൊരു ആത്മീയതയില്ല, ഒട്ടും ആത്മീയത ഇല്ലാതെ ഒരു ഭൗതികമായ കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ലോകം മുഴുവൻ അറിയപ്പെടുന്ന അയ്യപ്പ സ്വാമിയുടെ ആ മഹത്വം, ആ പവിത്രത അതിന് നഷ്ടപ്പെടുത്തുവാനും അതിന് കളങ്കപ്പെടുത്തുവാനും ശ്രമിച്ചവരാണ് ഇതിന്റെ പുറകിൽ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഭക്തജനങ്ങൾക്ക് ഇതിന്റെ വിശ്വാസ്യത ഒരിക്കലും ഇതിനെ സംബന്ധിച്ചുണ്ടാകുകയില്ല. അയ്യപ്പ സ്വാമിയും വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ഭക്തർക്ക് വിഷമമുണ്ടാകുന്ന ഒരു കാര്യം മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. മാത്രമല്ല നമുക്കറിയാം എങ്ങനെ വേണം ഒരു ഭക്തജനങ്ങളുടെ കൂട്ടായ്മ എന്ന്. പണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിന് മുമ്പ് നേരത്തെ നമ്മുടെ കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു AK ആന്റണിയുടെ കാലത്ത്. അന്ന് പന്തളം കൊട്ടാരത്തിനെയും ഹിന്ദു ഐക്യവേദി അതുപോലെ തന്നെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ എല്ലാം വിളിച്ച് അന്നത്തെ ശബരിമലയെ സംബന്ധിച്ച് ഇങ്ങനെ വേണം എന്ന് ആലോചിച്ച ശേഷമാണ് അവർ തീരുമാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഭക്തജനങ്ങളുടെ സഹകരണമില്ലാതെ അല്ലെങ്കിൽ ഭക്തജന സംഘടനകളുടെ സഹകരണമില്ലാതെ ഇവരെന്ത് സംഗമമാണ് അവിടെ സംഘടിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വളരെ നന്ദി ശ്രീ നാരായൺ വർമ്മ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അയ്യപ്പ സേവാ സമാജത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ നാരായൺ വർമ്മയാണ് ഇപ്പോൾ ഈ പമ്പയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്വാഗത സംഘ രൂപീകരണത്തെ ശക്തമായി വിമർശിക്കുന്നത്. നേരത്തെ ഹിന്ദു ഐക്യവേദിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും സംസ്ഥാന നേതാക്കളും ഈ അയ്യപ്പ സംഗമത്തെ രൂക്ഷഭാഷയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. ഹൈന്ദവ സംഘടനകളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഇത്തരമൊരു സംഗമം പമ്പാമണപ്പുറത്ത് നടത്താൻ സർക്കാരും ദേവസ്വം ബോർഡും ശ്രമിക്കുകയാണ്. അതിന്റെ സ്വാഗത സംഘ രൂപീകരണം ഇപ്പോൾ പമ്പയിൽ നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളെയും അവിടേക്ക് വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും പവിത്രമായ പമ്പയുടെ തീരത്ത് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു ഒത്തുചേരലാണ് ഈ സംഗമം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലൈവ് റിപ്പോർട്ട്സിലൊരു ചെറിയ ഇടവേള. ഇപ്പോൾ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ അടുത്ത മാസം നടക്കാൻ പോകുന്ന അയ്യപ്പ സമ്മേളനത്തിന് മുന്നോടിയായി അതിൻ്റെ സ്വാഗത സംഘ രൂപീകരണം നടക്കുകയാണ്. ഈ വിഷയമാണ് ലൈവ് റിപ്പോർട്ട്സ് കഴിഞ്ഞ മണിക്കൂറുകളിൽ വിശദമായി തന്നെ ചർച്ച ചെയ്തത്. ഇപ്പോൾ ഈ സ്വാഗത സംഘം രൂപീകരണം നടക്കുന്ന സ്ഥലത്ത് നിന്നും മിഥുൻ മുരളി വീണ്ടും ചേരുകയാണ്. മിഥുൻ, ഈ യോഗം ഇപ്പോഴും തുടരുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത് ഈ അയ്യപ്പ ഭക്തർ പ്രത്യേകിച്ച് മണ്ഡല മകരവിളക്ക് കാലത്ത് അവിടേക്ക് ഇരുമുടിക്കെട്ടുമായി എത്തുന്ന ഭക്തർക്ക് പ്രധാനപ്പെട്ട ഇടത്താവളങ്ങളിൽ, അത് പന്തളമാണെങ്കിലും എരുമേലിയാണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും ഇതുകൂടാതെ നിലയ്ക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും പിന്നീട് പമ്പാ നദി മുതൽ അങ്ങ് മുകളിൽ ശബരിമലയിൽ അയ്യപ്പ സന്നിധി വരെയുള്ള സ്ഥലങ്ങളിലെല്ലാം അയ്യപ്പ ഭക്തർക്ക് വെള്ളവും അതോടൊപ്പം തന്നെ അവർക്ക് മറ്റാഹാരങ്ങളുമൊക്കെയായി എല്ലാ സേവന പ്രവർത്തനങ്ങൾക്കും നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധിയെ പോലും ഉൾപ്പെടുത്താതെയാണ് ഇപ്പോൾ ഇത്തരം ഒരു സ്വാഗത സംഘ രൂപീകരണം നടക്കുന്നത് എന്നത് തന്നെയാണ് ഈ വിഷയം കൂടുതൽ വിവാദമാകുന്നത്. പറയൂ മിഥുൻ.
ത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും കഴിഞ്ഞ നാളുകളിൽ വിവിധ അയ്യപ്പ സംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ നേരത്തെ അയ്യപ്പ സംഗമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണം, കൃത്യമായി തന്നെ ഭക്തജനങ്ങൾക്ക്, അയ്യപ്പന്മാർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ശബരിമലയിൽ നടപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ വിവിധ ഭാഗങ്ങളിൽ അയ്യപ്പ സംഘടനകളും ഹൈന്ദവ സംഘടനകളും എല്ലാം നടത്തിയിട്ടുള്ളത്. അന്ന് അയ്യപ്പ സംഘടനകളും ഹൈന്ദവ സംഘടനകളും എല്ലാം നടത്തിയ ആചാര അനുഷ്ഠാനങ്ങൾ മുറുകെ പിടിക്കുന്നതിന് വേണ്ടി നടത്തിയ അത്തരം സംഗമങ്ങൾക്കൊന്നും യാതൊരു രീതിയിലുള്ള സഹകരണങ്ങളും നൽകാതിരുന്ന, അതിനോട് എല്ലാം തള്ളിക്കളഞ്ഞ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഒരു സംഗമവുമായി, സമ്മേളനവുമായി മുന്നിട്ടിറങ്ങുന്നതിലെ വൈരുദ്ധ്യമാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. ഹൈന്ദവ സംഘടനകൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അതുതന്നെയാണ്. അന്ന് യാതൊരു സംഗമവും സഹകരണവും തങ്ങൾ നടത്തിയ അയ്യപ്പ ഭക്ത സംഗമങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, അന്ന് ആചാര അനുഷ്ഠാനങ്ങളെ തള്ളിക്കളയാൻ വേണ്ടി സർക്കാർ മുന്നിട്ടിറങ്ങുകയായിരുന്നു. ആ സർക്കാരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി ഇറങ്ങിയിരിക്കുന്നത്. അത് പൊള്ളത്തരമാണ്, വെറും ഗിമ്മിക്ക് മാത്രമാണെന്നുള്ള ആരോപണം പ്രധാനമായി ഉയർന്നു വരുന്നു. ഒപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ കാലങ്ങളിൽ ഭക്തർക്ക് കൂട്ടിരുന്ന വിവിധ അയ്യപ്പ സംഘടനകളെ അവിടെ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ കാലങ്ങളായി സർക്കാർ നടത്തുന്നുണ്ട്. നിരവധിയായിട്ടുള്ള സംഘടനകൾക്ക് അവിടെ സാന്നിധ്യം ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമങ്ങൾ, അത് അന്നദാന വിതരണം, ഒപ്പം കുടിവെള്ള വിതരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സർക്കാർ നേരിട്ട് നടത്തിക്കോളാം, ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തിക്കോളാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് തന്നെ ഇത്തരത്തിലുള്ള സംഘടനകളെ അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നുള്ള വിമർശനങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. ഇങ്ങനെ ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡ് വഴി പോലും അല്ലാതെ ക്ഷേത്രകാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ നേരിട്ട് ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വരുന്നത്. ക്ഷേത്രകാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ, അല്ലെങ്കിൽ ഭക്തരുടെ സംഗമം, സമ്മേളനം വിളിച്ചുകൂട്ടാൻ മതേതരനായിട്ടുള്ള മന്ത്രിക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മതേതര സർക്കാരാണ്, മതേതരമായിട്ടുള്ള മന്ത്രിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ക്ഷേത്രകാര്യങ്ങളിൽ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടലും നടത്താൻ മതേതരനായ മന്ത്രിക്ക്, മതേതരമായിട്ടുള്ള സർക്കാരിന് എന്ത് അധികാരം എന്നുള്ളത് പ്രധാനപ്പെട്ട വിമർശന ചോദ്യമായി ഉയർന്നു വരികയും ചെയ്യുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് വഴി തീരുമാനിക്കാം. പക്ഷേ ഇവിടെ ദേവസ്വം ബോർഡും നോക്കുകുത്തിയായി മാറുകയാണ്. സംസ്ഥാന സർക്കാരും ദേവസ്വം മന്ത്രിയും നേരിട്ട് ഇടപെടലുകൾ ക്ഷേത്രകാര്യങ്ങളിൽ, ശബരിമല പോലെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രകാര്യങ്ങളിൽ നടത്തുന്നു എന്നതിന്റെ ഉദാഹരണമായി ഇത് മാറുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുന്നിട്ടിറങ്ങിയ, സർക്കാരിന് പിന്തുണയുമായിട്ടിറങ്ങിയ പലരും, അന്ന് ഭക്തജനങ്ങൾക്ക് വലിയ മുറിവുകൾ സമ്മാനിച്ച പലരും ഈ സംഗമത്തിന്, സർക്കാർ നടത്താൻ പോകുന്ന ഈ പരിപാടിക്ക് പിന്തുണയുമായി എത്തി എന്നുള്ളത് അന്ന് ഭക്തജനങ്ങൾക്ക് എത്രത്തോളം മുറിവാണോ ഈ ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉണ്ടാക്കിയത്, അതേ മുറിവ് തന്നെയാണ്, അതിന്റെ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്, അതിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമായി തന്നെ ഇത് മാറുന്നു. അത്തരത്തിലുള്ള ആളുകൾ ഇതിന് പിന്തുണയുമായി എത്തുമ്പോൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഹിന്ദു വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ മറ്റൊരു ഗിമ്മിക്കാണ് ഇത് എന്നുള്ള ഒരു വിമർശനവും ഒരു കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇങ്ങനെ വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ ശക്തമായി ഉയരുമ്പോഴാണ് അതിനെയൊന്നും വകവയ്ക്കാതെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ ഏതെങ്കിലും ഹൈന്ദവ സംഘടനകളോ സംഘടനാ പ്രതിനിധികളുമായിട്ടോ ഏതെങ്കിലും കൂടിക്കാഴ്ചകൾ, ചർച്ചകൾ നടത്താൻ പോലും സർക്കാർ തയ്യാറാകാതെ, അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട്, അതൊന്നും പരാമർശിക്കപ്പെടേണ്ട കാര്യങ്ങളെ അല്ല, വസ്തുതയല്ല, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹൈന്ദവ സംഘടനകൾക്ക് യാതൊരു അഭിപ്രായവും പറയാൻ അവകാശമില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം എന്നതുപോലെയാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി ഇപ്പോൾ മുന്നിട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് പമ്പയിലുള്ള ഓഡിറ്റോറിയത്തിൽ ഈ അയ്യപ്പ ഭക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ്, ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ 1.5 മണിക്കൂർ അത് നീണ്ടു നിൽക്കുമെന്നാണ് മനസ്സിലാകുന്നത്. വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ നടത്തേണ്ട വിലയിരുത്തലുകളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അത് വിവിധ വിഭാഗങ്ങൾ, ജലസേചന വകുപ്പ്, വൈദ്യുത വകുപ്പ് തുടങ്ങിയ, ഉദാഹരണമായി പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിവിധ വകുപ്പുകൾ ചേർന്നുകൊണ്ട് എന്ത് ഏകോപന പ്രവർത്തനമാണ് പമ്പ മണപ്പുറത്ത് നടത്തേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത് എന്നാണ് പ്രാഥമികമായി അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഹൈന്ദവ സംഘടനാ പ്രതിനിധികളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഹൈന്ദവ വിശ്വാസങ്ങളെ, മൂല്യങ്ങളെ പൂർണ്ണമായും തൃണവൽക്കരിക്കുന്ന ആ സർക്കാരിന്റെ മറ്റൊരു ഗിമ്മിക്കായി മാത്രമേ ഈ ഒരു പ്രവർത്തനത്തെ, ഈ ഒരു പരിപാടിയെ, സെപ്റ്റംബർ മാസം 3-ാം വാരം നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ പരിപാടിയെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. ഗൗതം, അതുതന്നെയാണ് പമ്പ മണപ്പുറത്ത് നിരീശ്വരവാദികൾ ക്ഷേത്രമില്ലെന്നും ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കേണ്ടതില്ലെന്നും ആഹ്വാനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഇതാ അയ്യപ്പ ഭക്ത സമ്മേളനം നടത്തുകയാണ്. ശബരിമല ക്ഷേത്രത്തിൽ മാലയിട്ട് പോയാൽ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ സ്വന്തം കേഡറുകളോട് വിശദീകരണം തേടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM-ഉമാണ് ഇപ്പോൾ ഇതാ അയ്യപ്പ ഭക്ത സമ്മേളനം എന്ന പേരിൽ ഒരു ഗിമ്മിക്ക് നടത്തുവാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഈ സമ്മേളനത്തിനെതിരെ ഹൈന്ദവ ജനവിഭാഗത്തിന്റെ ഇടയിൽ നിന്നും ഉയരുകയാണ്. പമ്പ
പമ്പയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് മിഥുൻ മുരളി. ഒപ്പം പ്രതികരിച്ച വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികൾക്കും നന്ദി.